അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും നജ്ദ് അഥവാ ഇന്നത്തെ റിയാദിൻ്റെ ഭാഗത്ത് അതിശക്തമായ ഒരു പോരാട്ടം കഴിഞ്ഞ് ക്ഷീണിതരായി തിരിച്ചു വരികയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളും ക്ഷീണിതരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും അങ്ങേയറ്റം ക്ഷീണിതരാണ്. ആ ക്ഷീണിതരായി വരുന്നത് തന്നെ അതിശക്തമായ വെയിലത്താണ്. ആ വെയിലത്ത് വന്ന് എല്ലാവർക്കും ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, വെയിലേറ്റ് കരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ എല്ലാവരും എവിടെയെങ്കിലും ഒരു തണൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു താഴ്വര, മുള്ളുകൾ നിറഞ്ഞ താഴ്വരയാണ്. അങ്ങ് ഓരോ വൃക്ഷങ്ങളുണ്ട്. അപ്പം അതിൻ്റെ തണൽ പറ്റി കുറച്ചു നേരം താമസിക്കാമെന്ന് എല്ലാ സ്വഹാബാക്കൾക്കും തോന്നുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ, എന്നാൽ ഇവിടെ ഇറങ്ങി താമസിക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരും തണൽ കണ്ട ഓരോ വൃക്ഷത്തിൻ്റെ ചുവട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പല സ്വഹാബാക്കളും ഉറക്കം തുടങ്ങി. കരുവേല എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. നബി തങ്ങളുടെ വാളെടുത്ത് ആ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരത്തിൽ ഇങ്ങനെ അതിനെ തൂക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ ശാന്തമായി കിടന്നുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലേക്ക് വീണു. എല്ലാ സ്വഹാബാക്കളും ക്ഷീണം കൊണ്ട് നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് പെട്ടെന്ന് ആ നാട്ടിലെ ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വഹാബാക്കളും എല്ലാവരും ഉറങ്ങുന്ന കാഴ്ച കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി അയാൾ തങ്ങളുടെ അടുക്കലേക്ക് വരികയും തങ്ങളുടെ ആ വൃക്ഷത്തിൽ തൂങ്ങിക്കിടന്ന വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് നബി തങ്ങളോട് ആക്രോശിച്ചു, ഞാൻ താങ്കളെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. താങ്കളെ ആര് ഈ വാളിൽ നിന്ന് രക്ഷിക്കും? ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ചോദ്യശരം കേട്ടിട്ട് അല്പം പോലും ചിന്തിക്കാതെ, അർത്ഥശങ്കക്കിടമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സധൈര്യം പറഞ്ഞു, എൻ്റെ അള്ളാഹു എന്നെ രക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കും ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ അള്ളാഹു എന്ന് പറയുന്ന ഗാംഭീര്യവും കേട്ടുകൊണ്ട് ഗ്രാമീണന്റെ ധൈര്യം എങ്ങോ ചോർന്നുപോയി. അയാളുടെ കയ്യിൽ ഇരിക്കുന്ന വാളിങ്ങനെ വറക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുന്നിൽ അയാൾ പതറിപ്പോയി. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണ അവസരം ഒരല്പം പോലും നഷ്ടപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാള് കൈക്കലാക്കി. എന്നിട്ട് അയാളുടെ കഴുത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കും ഈ വാളിൽ എന്ന്? അയാൾ പറഞ്ഞു, അങ്ങയുടെ കാരുണ്യവും കൃപയുമല്ലാതെ എന്നെ രക്ഷിക്കുകയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ കൊല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏകനാണ്, മറ്റൊരു ഇലാഹില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സമ്മതിക്കാൻ തയ്യാറാണോ? അയാൾ പറഞ്ഞു, ഞാൻ സമ്മതമല്ല, ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ഞങ്ങളുമായി യുദ്ധത്തിന് വരില്ല എന്നും ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന കക്ഷികളെ സഹായിക്കാൻ താങ്കൾ കൂടില്ലെന്നും വാക്ക് പറഞ്ഞാൽ താങ്കൾക്ക് പോകാം. അങ്ങനെ വാക്ക് പറഞ്ഞ് ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സഹാബാക്കൾക്ക് അമർഷമായി അയാളെ വധിച്ചു കളഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു, നബി തങ്ങളെ കൊല്ലാൻ വന്നവനല്ലേ. പക്ഷെ അയാളുടെ ജനങ്ങളിലേക്ക് പോയിട്ട് അയാൾ പറഞ്ഞു, ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്, അദ്ദേഹത്തെ പോലെ കാരുണ്യവും സ്നേഹമുള്ളൊരു മനുഷ്യനെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ കണ്ടിട്ടില്ല എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ജനതയും അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകാരുമെല്ലാം ഇസ്ലാമിലേക്ക് അവരുടെ മനസ്സിനെ ചായ്ക്കാൻ ആ സംഭവങ്ങൾ കാരണമായി കാണും. പിന്നീട് റിയാദും പരിസരങ്ങളും നജ്ദും എല്ലാം ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകരം വെക്കാൻ പറ്റാത്ത അള്ളാഹുവിലുള്ള അതിവിശ്വാസവും തവക്കുലും ലോക ചരിത്രത്തിൽ എന്നും കോയിൽമേർ കൊള്ളാൻ ഈ സംഭവം കാരണമായി. അള്ളാഹു മുത്തുനബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.